നമസ്കാരം. നമസ്കാരം. നമ്മുടെ പിണറായി ചേട്ടൻ, ഞാൻ ചേട്ടൻ എന്ന് വിളിക്കുന്നത് എന്താ അറിയോ, എനിക്ക് ഇത്ര ഒരു ഉപകാരം ചെയ്തെന്ന ആൾ വേറെ ആരുമില്ല. എനിക്ക് ഒരു വലിയ പത്രപ്രവർത്തകനാണ് ആവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായ സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് ആരാണ്, അദ്ദേഹത്തിനെ കുറിച്ചിട്ടൊരു അന്വേഷണ റിപ്പോർട്ട് കൊണ്ടുവരിക, ഏറ്റവും പൊട്ടിത്തെറിക്കുന്ന സംഭവം കൊണ്ടുവരിക. അപ്പോൾ പോയി എത്തിയത് നമ്മളെ പിണറായി ചേട്ടനാണ്. അങ്ങനെയാണ് ലാവ്ലിൻ കേസ് ഞാൻ പുറത്തു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കൊണ്ടുവന്നത് കൊണ്ട് എനിക്കുണ്ടായിട്ട് ഒരു മൈലേജ് ഉണ്ടല്ലോ. ജീവിതത്തിലെ ഏറ്റവും വലിയ വിവാദ പത്രപ്രവർത്തകനാവാൻ ആഗ്രഹിച്ച നന്ദകുമാർ അറിയപ്പെട്ടു. നന്ദകുമാർ എന്ന് പറയുന്ന പിണറായി ഞാൻ തമ്മിലുള്ള ഫൈറ്റായി മാറി കേരളത്തിൽ. അതുകൊണ്ടുണ്ടായിരുന്ന നേട്ടം. പിന്നെ കൊല്ലും പിടിക്കും എന്നൊക്കെ പറയുന്നത് പിണറായി സ്റ്റൈലായതുകൊണ്ട്, അത് നേരിടാൻ പഠിക്കുന്നതുകൊണ്ട്, എൻ്റെ സ്റ്റൈലായതുകൊണ്ട് ഞാൻ ഇതുവരെ ജീവിച്ചും പോന്നു. എന്തായിരുന്നാലോ അന്ന് മോഷ്ടിച്ചത് 200 കോടി റുപ്യ ടോട്ടൽ ലാവ്ലിൻ കേസിൽ. 200 97 കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം. അതിന്ന് 2000 ആർക്ക് വേണം, ലക്ഷത്തിൻ്റെ ഇല്ല. അപ്പോൾ അതിൽ ഈ മലബാർ ക്യാൻസർ സെൻ്റർ എന്നിട്ട് ഈ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടൊരു ഹോസ്പിറ്റലും തുടങ്ങാൻ വേണ്ടി തലശ്ശേരിയിലാണ്. അതിൽ 75 കോടി രൂപ കൃത്യമായിട്ട് അവരെന്നെ നേരിട്ട് എവിടേക്ക് അയച്ചു കൊടുത്തു? സിംഗപ്പൂരിലേക്ക് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന ഭാര്യേൻ്റെ പേരിൽ അയച്ചു കൊടുത്തു. അന്ന് മുതലാണ് പിണറായി വിജയൻ സിംഗപ്പൂർ യാത്ര തുടങ്ങി. നിരന്തരമായി യാത്ര ചെയ്തു. അവിടെ ഫ്ലൈറ്റ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തുകൊണ്ട്, എയർ ഇന്ത്യ യാത്ര ചെയ്തുകൊണ്ട് പ്രത്യേക സമ്മാനം കിട്ടി, പാക്കേജ് കിട്ടി. അത് വാർത്ത വന്നതാണ്, നിശ്ചയിക്കാൻ പറ്റില്ല. മകനെയായിരുന്നു അവിടെ കൊണ്ടുപോയി നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. അങ്ങനെയുള്ള ഒരു പാവം പിണറായി വിജയൻ ഇത്രയ്ക്കൊക്കെ വലിയ മോഷണമൊക്കെ തുടക്കത്തിലേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഭരണം കിട്ടിയുമ്പം എങ്ങനെ മോഷ്ടിക്കുമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ ഇപ്പം പുറത്ത് വരുന്ന വാർത്ത നമ്മുടെ പിണറായി ഒരു പാവമാണ്, ഭാര്യയും മകനും കൂടിയാണ് ഇതൊക്കെ പിണറായിനെ വെച്ചിട്ട് എല്ലാം ഉണ്ടാക്കിയത്. എന്താണ് ആ വാർത്തയെ കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം? അതിന് സാധ്യത പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിൽ ഈ ലാസ്റ്റ് ടൈം അല്ല, അതിന് മുമ്പുള്ള ടൈമിൽ അധികാരത്തിൽ വരുമ്പോൾ തുടക്കം ഭയങ്കര ഗംഭീരമായിരുന്നു. ഗംഭീരം അച്യുതാനന്ദൻ പോയ വഴിയെ തന്നെ പോകാനാണ് പിണറായി ആഗ്രഹിച്ചിരുന്ന. ആ മൈലേജ് കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഋഷിരാജ് സിംഗിനെയും ജേക്കബ് തോമസിനെയും മറ്റേ ബിജു പ്രഭാകർ ഇവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്തൊരു ഭരണം മുമ്പോട്ട് കൊണ്ടുപോയി. പക്ഷേ അത് വളരെ പെട്ടെന്ന് 6 മാസം ചെന്നപ്പോഴേക്കും ഈ ബന്ധം ഇവരെല്ലാം ഒഴിവാക്കി പിണറായി ഒറ്റയ്ക്ക് പോയിരുന്നു. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. പിണറായി വിജയൻ സതുദ്ദേശത്തോടെ ഈ നല്ല ഉദ്യോഗസ്ഥന്മാരെ വെച്ച് കുറേ കൂടെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഭരണയന്ത്രം സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ നടക്കുന്നതിനിടയ്ക്ക് ഈ വയ്യാവലി അല്ലെങ്കിൽ വൈതരണി എങ്ങനെ വന്നു, ഇവരെല്ലാം വീണ്ടും പഴയ പോലെ ജേക്കബ് തോമസിനെയൊക്കെ പഴയ പോലെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നുള്ള പ്രശ്നമാണ്. അവിടെ അത് അന്വേഷിച്ചാൽ നമുക്ക് ഇതിൻ്റെ കാരണം കിട്ടും. അപ്പോൾ പിണറായി വിജയൻ മനസ്സുകൊണ്ട് എന്തൊക്കെയാണെങ്കിൽ പോലും മറ്റാരുടെയോ തടവുകാരനായിട്ട് മാറിയിരുന്നു ഈ കാലഘട്ടത്തിൽ. അത് ഒരുപക്ഷെ കമലാ വിജയനാകാം, മറ്റെന്തെങ്കിലും കാരണങ്ങൾ, അല്ലെ CM രവീന്ദ്രനാകാം, അങ്ങനെ പലരുടെ പേര് നമുക്ക് ശിവശങ്കറാകാം, പലരുടെ പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഭരണത്തിൽ നിന്നും ഇപ്പോൾ പിണറായി വിജയന് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമുണ്ട്, ഇപ്പോഴും ഉണ്ട്. എങ്ങനെ രക്ഷപ്പെടും? കാരണം ഇപ്പോൾ ഒന്നുകൂടിയുള്ളവരെ ആരൊക്കെ നോക്കണം. ആദ്യം രക്ഷപ്പെടാൻ പറ്റുമോ? കാലിലെല്ലാം ചങ്ങല കെട്ടിയിട്ടിരിക്കുക, കരിങ്കല്ല് കെട്ടിയിട്ടിരിക്കുക, ഇങ്ങനെയൊക്കെ നീന്തി രക്ഷപ്പെടാൻ പോലും പറ്റിയാണ്. പക്ഷേ പിന്നെ പിണറായി വിജയൻ്റെ ഇൻഹറൻ്റായിട്ടൊരു സ്വഭാവമുണ്ട്, അത് DNA അത് മാറില്ല. അത് അവിടെ പാണ്ഡ്യാല ഷാജിയൊക്കെ പറയുന്നത് അവിടുന്ന് കിട്ടിയ സ്വഭാവം, ആർജിച്ചെടുത്ത സ്വഭാവമാണ്. ഞാൻ വാടിക്കൽ രാമകൃഷ്ണൻ അവരെ തീർത്തവനാണ് എന്നുള്ള അഹന്ത ഇവിടെ പിണറായി വിജയന് 53 വെട്ടിയിട്ടല്ലേ TP ചന്ദ്രശേഖരനെ കൊന്നിട്ടുള്ളൂ. അത് വലിയ വെട്ടാണോ? അല്ല, വാക്കത്തി മോശമായിരുന്നിരിക്കുന്നു. പീസായിട്ട് ചെറിയ ഇതാക്കി ചെയ്യേണ്ടതായിരുന്നില്ലേ? 53 വെട്ടല്ലേ വെട്ടിയിട്ടില്ല. അത്രയ്ക്കല്ലേ എൻ്റെ മനസ്സിൽ ക്രൂരതയുള്ളൂ. അല്ല, അങ്ങനെ നടത്തിയ ഈ പിണറായി വിജയൻ നടത്തിയ കൊലപാതകങ്ങൾ പിണറായി വിജയൻ നേരിട്ട് കൊല്ലാൻ പറഞ്ഞിട്ടാണ് TPയെ കൊന്നതെന്ന് പറയില്ല. പക്ഷേ അതിന് നമ്മൾ ഉദ്ദേശിക്കാത്ത വേറെ ഒത്തിരി മാനങ്ങളുണ്ട് TPയുടെ ഭാഗത്തിൽ. രാഷ്ട്രീയം മാത്രമല്ല, എന്താണെങ്കിലും പിണറായി ചേട്ടൻ അറിയാതാണ്. അതങ്ങനെ ലോട്ടറി കച്ചവടം വരെ അതെങ്ങനെ പറയാം, അത് ലോട്ടറി കച്ചവടം വരെ പോവും. അത് നമുക്ക് ആ ലെവലിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാനുള്ള അറിവില്ല, ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അല്ല, എൻ്റെ അറിവ് പ്രകാരം അന്ന് പിണറായി ചേട്ടൻ എന്ത് വന്നിട്ടുണ്ട്, ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഓപ്പറേഷൻ സക്സസ്. അത് അപ്പം പിണറായി അറിയാതെ എന്തായാലും ഒരു അനക്കുണ്ടാവുമോ? അല്ല, അതിൽ 2 വർഷം ഒന്ന് പറയുന്നത് പിണറായി കൊടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് കൈകാര്യം ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. TPയുടെ ശല്യം കൂടുന്നു, ഒന്ന് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ പിണറായിന്റെ ഭാഷയിൽ എന്നെ പറ്റിയിട്ട് പറഞ്ഞത് തന്നെയായിരുന്നല്ലോ. അപ്പോൾ ഈ കൈകാര്യം ചെയ്യൽ കൊട്ടേഷൻ ആയിരുന്നു, കൊട്ടേഷന്റെ ആളാ പറയുന്നത് ആണെന്ന്.
അവരറിയിച്ചുകൊണ്ടാണ് ഞാൻ കൃത്യമായി അതിൻ്റെ അത് വിജിലൻ്റ് ഹൈക്കോടതിയൊക്കെ പോയത്. ഈ സംഭവത്തിൽ പങ്കാളികളാകുമ്പോൾ പോലും, ഈ ടി പി ചന്ദ്രശേഖരൻ്റെ സംഭവത്തിൽ പങ്കാളികളാകുമ്പോൾ പോലും പല പാർട്ടിയുടെ സഖാക്കളോ വേണോ വേണ്ടെന്ന് വീണ്ടും പല പ്രാവശ്യം പരസ്പരം ചോദിച്ചു, മുകളിലും ചോദിച്ചു. അപ്പോൾ തീരുമാനമാണ്, അത് അങ്ങനെ അങ്ങ് പൊക്കോട്ടെന്നാണ് പറഞ്ഞത്. പലർക്കും അറിയാമായിരുന്നു, ഇതിൻ്റെ പ്രത്യേകത അറിയായിരുന്നു. പക്ഷെ അതുകൊണ്ട് പറ്റിയ അപകടം ഇപ്പോഴും പാർട്ടി തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഇലക്ഷനിൽ തോറ്റതിൻ്റെ കാര്യം അന്വേഷിച്ച് നടക്കുന്നവരെയാണ്. അതോടുകൂടി മലബാറിലെ CPM-ൻ്റെ സംഘടനാപരമായ അടിത്തറ, ആശയപരമായ അടിത്തറ ഇതെല്ലാം ഒറ്റയടിക്ക് തീർന്നു. കോഴിക്കോട് ജില്ല മാത്രം എടുക്കാം. ഇത്രയും കാലാകാലമേ ഞാൻ കോഴിക്കോടുകാരനാണല്ലോ. CPM എന്ന് പറഞ്ഞൊരു വികാരമാണ്. ആ വികാരം എന്തൊക്കെ പറഞ്ഞാലും ഇലക്ഷൻ വരുമ്പം ഇറക്കും. എൻ്റെ ഫാദറൊക്കെ വോട്ട് ചെയ്യാനേ വയ്യാത്ത അസുഖമായിട്ട് പോലും എന്നോട് പറഞ്ഞു എനിക്ക് വോട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പം എന്നെയും കൂടെ പോയി ഓപ്പൺ വോട്ട് ചെയ്യണമല്ലോ. അപ്പം ഞാനാണ് വോട്ട് ചെയ്യുന്നത്. CPM-ന് കുത്തി എന്ന് ഉറപ്പ് വരുത്തിട്ടേ പോരാൻ പറ്റുള്ളൂ. അത്രയും ആ മാനസികാവസ്ഥ അങ്ങനെയാണ്. ഇപ്പോൾ CPM-നോട് AKG EMS എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലൈഫുമായി ബന്ധപ്പെട്ട കാര്യമാണ്. രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സാധനമാണ്. അതാണ് CPM-ആയിട്ടുള്ള ബന്ധം. അപ്പോൾ അതേപോലെയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ കോഴിക്കോടുണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട് ഇത്തവണയാണ് ആ വൻ അട്ടിമറി നടന്നത്. 13-ൽ 12 സീറ്റാണ് പിടിച്ചെടുത്തത് UDF. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ പറയുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സുകൊണ്ട് CPM-നോടുള്ള താല്പര്യത്തോടെ പ്രശ്നം CPM ജയിക്കണമെന്നാണ് മനസ്സിൽ പറയാം. റിയാസ് മാത്രമല്ലേ ജയിച്ചുള്ളൂ. റിയാസ് എങ്ങനെ ജയിച്ചു എന്നാണ് ഞാൻ. അൻവർ ജയിപ്പിച്ചു. അൻവർ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ജയിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ പിണറായി ചേട്ടൻ പാവാണെന്നപ്പം പറയും. ഇപ്പോൾ പറയുന്ന ഈ തീരുമാനങ്ങളിലൊന്നും പിണറായിക്ക് പങ്കില്ല. പിണറായി അപ്പം അതിൻ്റെ സത്യം പിണറായിയുടെ കറക്റ്റ് പിക്ചർ പറഞ്ഞിരിക്കുന്നത് ശിവശങ്കറാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ കാണിച്ചു കൊടുത്താൽ പോലും ഒപ്പിടും. അതാ പിണറായി. ആ പിണറായി നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ ആണെങ്കിലും എന്താണെങ്കിലും ഞാനൊരു പേപ്പർ കൊടുത്ത് കാണിച്ച് ഒപ്പിടാൻ പറഞ്ഞാൽ പിണറായി ഒപ്പിടും. അപ്പോൾ ആരാ യഥാർത്ഥത്തിൽ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കും? അപ്പം ഇപ്പം ആരാണ് ഇപ്പം പറഞ്ഞു വരുന്നത്? അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളൊക്കെയാണെന്നുള്ള പറയുന്നത്. എന്താണ് അതിൻ്റെ നിജസ്ഥിതി? അത് സത്യം തന്നെയാണ്. കാരണം ഒരു രാഷ്ട്രീയ നേതാവ് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇത്രയും പരിഹാസനാകാൻ നിൽക്കില്ല. കാശുണ്ടാക്കാൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ചിത്രം അങ്ങനെ പരിഹാസനാകില്ലെന്നാ പറഞ്ഞു. അതായത് 41 അമേരിക്ക അമേരിക്കയിൽ ഉപയോഗിച്ച ഇരുമ്പ് കസേര ഇവിടെ കൊണ്ടുപോകും. ഇവിടെ കൊണ്ടുവന്നു പ്ലാറ്റ്ഫോമിൽ ആ കസേര അതല്ല ഇരുന്നത്. അത് ലോകപ്രസിദ്ധ കസേര പിണറായി വിജയൻ ബോസ്റ്റണിൽ. അപ്പോൾ ആ കസേര വീണ്ടും ഇവിടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം അഭിനയം കൊണ്ട് ജനങ്ങളെപ്പറ്റി എങ്ങനെയെങ്കിലും നല്ലവനാണെന്ന് നാട്ടുകാരെ കാണിക്കുക എന്നുള്ളൊരു മോഹം ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ മറ്റവർ സമ്മതിക്കില്ല. ഞാനൊന്നും കാണിക്കാൻ പോകണ്ട, ഉള്ളതൊക്കെ കെട്ടിപ്പറക്കെ എവിടെ എങ്ങോട്ടെങ്കിലും പോകാമെന്നാണ് അവർ പറയുന്നത്. അവിടെയാണ് പ്രശ്നം. ഈ സമ്പാദ്യം ഇപ്പോൾ പിന്നെ രണ്ടാമത്തെ പ്രശ്നം വരാൻ പോകുന്നതെന്നറിയോ? പിണറായി വിജയന് ധൈര്യമായിട്ട് പാർട്ടിയുടെ സംഘടനാ ഉത്തരവാദിത്തം ഇപ്പം ലേറ്റസ്റ്റ് ഒരു ഇൻഫർമേഷൻ, പാർട്ടിയുടെ സംഘടനാപരമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പിണറായിക്ക് പേടിയാണ്. കാരണം ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അങ്ങ് കേന്ദ്ര കമ്മിറ്റി തൊട്ട് ഇവിടം വരെയുള്ള പാർട്ടിയുടെ തൽക്കാല സംഘടനാ ചെലവ് മുഴുവൻ വഹിക്കാൻ ബാധ്യസ്ഥനായിട്ട് വരും. ആരും കാശ്മീരില്ല എന്നാണ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആൾക്കാരുടെ ധാരണ. പാർട്ടി MAV ഉൾപ്പെടെ ധരിച്ചിരിക്കുന്ന പിണറായിയുടെ കാശുണ്ട് പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ആ രീതിയിലൊരു പ്രവർത്തനമാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പിണറായി വിജയന് ഒന്നും വരാത്ത വിധത്തില്ല സ്വീകരിക്കാൻ പറ്റുമോ? അപ്പോൾ എന്തെങ്കിലും ഞാൻ കണക്കൂട്ടുന്ന എന്തെങ്കിലും അസുഖമൊക്കെ പറഞ്ഞ് ട്രീറ്റ്മെൻറ്റിന് പോയി അവിടെ പ്രലോഭം ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മാറുക. ഒരു ഹോണറബിൾ എക്സിറ്റ് പിണറായിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവരും. എല്ലാ ഇതിലെ ഏറ്റവും വലിയ വില്ലത്തി ഭാര്യയാണെന്ന് പറയുന്നു കമലയേക്കാൾ വില്ലത്തിയാണോ വീണാന്നുള്ള സംശയമുണ്ട്. റിയാസിന് വരെ വീണെ പേടിയാന്നാണ് പറയുന്നത്. അങ്ങനെയും കേൾക്കുന്നുണ്ട്. റിയാസിൻ്റെ മുഖം കണ്ട് 2-3 ദിവസമായിട്ട് ബോഡി ലാംഗ്വേജ് റിയാസിൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രസന്നത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടോ? അല്ല, പഴയ ഭാര്യനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നാഭിക്ക് ചവിട്ടിയിട്ടുള്ള അറിയാം. അതേപോലെ അങ്ങോട്ട് കാല് പൊങ്ങിയിട്ടുണ്ടാവും. അതിവൊക്കെ അറിയാം. തിരിച്ചങ്ങോട്ടും പൊങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പിണറായി വിജയനോടൊരു സഹതാപം ബിൽഡപ്പ് ചെയ്ത് വരും കുറേശ്ശെ ക്രമത്തിൽ. കാരണം നാട്ടുകാർ സത്യം മുഴുവൻ അറിയും. അവിടെ പാർട്ടിയെ തിരുത്താൻ പറ്റുന്ന ആരുണ്ട്? അപ്പോൾ ഇന്നലെ 3-4 പേരുടെ പേരൊക്കെ പറഞ്ഞു കേട്ടു. രവീന്ദ്രനാഥിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? ഒരു ചീത്തപ്പേര്. പിന്നെ അപ്പാടെ ഉള്ളത് പിന്നെ കർത്തയുടെ അടുത്ത റിലേഷൻ ഭർത്താവാണ്. അല്ല, രവീന്ദ്രനാഥ് വരുമ്പോൾ തന്നെ ആരോപണം കൊണ്ടുവരും. ഓട്ടോമാറ്റിക് ആരോപണം. അത് പറ്റില്ല. പിന്നെ അങ്ങനെ നല്ല മനുഷ്യനാണ്, നമുക്കറിയാം. അങ്ങനെ 2-3 പേരുണ്ട്. കർത്ത നല്ല മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കർത്ത ബിസിനസിന്റെ കാര്യത്തിൽ
ഇവിടെ നടക്കണമെങ്കിൽ പിണറായിനെ സാധിക്കാതെ സോഷ്യലിസ്റ്റ് ബിസിനസ്സുകാരാണ്. എല്ലാ പാർട്ടിക്കാർക്കും എല്ലാ നാഗമറും കാശ് കൊടുക്കും, പത്രക്കാർക്കും ഒരു സോഷ്യലിസ്റ്റാ അദ്ദേഹം. അദ്ദേഹത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിന് ബിസിനസ് നടക്കണമെങ്കിൽ ഇവിടെ പിണറായിനൊക്കെ പ്രസാദിച്ചാലേ നടക്കുള്ളൂ. പിണറായിന്റെ ബ്ലാക്ക് മെയിലിംഗ് സാധനം കിട്ടണമെങ്കിൽ അതേ വഴിയുള്ളൂ. അവർക്കൊരു ബിസിനസ്സിൽ ഇറങ്ങിപ്പോയില്ലേ, ഇവിടെ കുടുങ്ങിപ്പോയില്ലേ. അവർക്ക് എലിമിനേറ്റ് കിട്ടണമെങ്കിൽ അവിടെ നിന്ന് കിട്ടണം. അത് കിട്ടണമെങ്കിൽ പിണറായി വിചാരിക്കണം. അപ്പം ഇവിടെ ഭാര്യയാണോ മോളാണോ കേമത്തിന്നേരം? അത് ആത്യന്തികമായിട്ട് ഭാര്യ തന്നെയാവും. മോക്കുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ കണക്ഷനും ബന്ധങ്ങളും മകൾക്ക് ഭാര്യയ്ക്കാണ്. നമ്മൾ പറയേണ്ട കാര്യങ്ങളില്ല, എന്നാൽ പോലും അത് പറയാൻ ഇവിടെ ആവശ്യമില്ല. ഇപ്പോൾ ഇവിടുന്ന് എറണാകുളം ജില്ല തൊട്ട് അങ്ങോട്ട് അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെയുള്ള അബ്കാരി കോൺട്രാക്ടർമാർ മലബാറിന് പോവുകയാണെങ്കിൽ കമലയിടത്തി അവിടെ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ണുന്ന സമയത്താണ് ആ വഴിക്ക് പോകുന്നതെങ്കിൽ അവിടെ കയറി കമലയിടത്തിയുടെ കൈ കൊണ്ട് കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്നാണ് പറയുന്നത്. ഭക്ഷണം ഭയങ്കര രുചിയുള്ള അവിടെ കയറി കൊണ്ടൊരു കമലയിടത്തിയുടെ കയ്യിൽ നിന്ന് 2 ചോറ് മേടിച്ചുകൊണ്ടിട്ടേ പോവുള്ളൂ. ഇവിടുന്ന് പോകുന്ന ഈ കാര്യങ്ങൾ നടക്കും. കാര്യങ്ങൾ നടക്കണമെങ്കിൽ പിണറായിനെ കാണുന്ന വരുമ്പോൾ എല്ലാവരും പറയും. പക്ഷേ നമുക്ക് ഇതിനൊക്കെ തെളിവ് എന്നാന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ പറഞ്ഞുള്ള അറിവ് മാത്രം. പക്ഷേ സ്വപ്ന പറയുന്നത് നമ്മുടെ അവിടെ എല്ലാം ഭരിച്ചിരുന്നത് നയിച്ചത് നമ്മുടെ വീണയാണെന്നാണ്. കമലയും ചിലപ്പോൾ വീണയായിരിക്കും നയിച്ചിരിക്കുന്നത്. റിയാസിനെ നയിക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമലയെ നയിക്കാം. റിയാസിൻ്റെ മുഖമാണ് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ 3-4 ദിവസമായി നിയമസഭയിൽ ഉൾപ്പെടെ റിയാസിൻ്റെ മുഖം, ഒന്നുകിൽ റിയാസ് ഇതെല്ലാം കൂടെ അടിച്ചെടുത്തുകൊണ്ട് പോകും, ഒരു ഭാര്യ വിട്ടതല്ലേ പൂർണ്ണത്തിനെ കൂടെ വിടുന്ന വലിയ മനസാക്ഷിക്കുത്തൊന്നും ഉണ്ടായില്ലേ ഇതെല്ലാം. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പല ഇവരും സമ്പാദിച്ചിരിക്കുന്ന കോടാനുകോടി സ്വത്തുകൾ അവൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ സംഭവിച്ചിരിക്കാം. അല്ല, വിദേശത്ത് ഫാരിസ് അബൂബക്കറല്ലേ കൈകാര്യം ചെയ്യുന്നത്. ഫാരിസ് അബൂബക്കർ ഇവൻ്റെ അമ്മാവനാണല്ലോ. അപ്പോൾ അവിടുന്ന് മോളെ ഭർത്താവല്ലേ, ഭർത്താവ് ഒപ്പരക്കാണ്ട് എത്ര ഒരു എന്നുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടാവും. മകൻ എന്തായാലും അവിടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ ജീവനക്കാരനാണല്ലോ, ഡയറക്ടറാണ്. അയാൾ അറിഞ്ഞ ഇടപാട് നടക്കുകയുള്ളൂ. പണം കംപ്ലീറ്റ് അങ്ങേരുടെ കയ്യിൽ കൂടെ പോവുള്ളൂ. അറിയാത്ത ലോകത്തിൽ എവിടേക്ക് ഉണ്ടോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ അടുത്ത് 10,000 കോടി രൂപയുടെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. 10,000 കോടി രൂപയുടെ പിണറായി വിജയന്റെ വിദേശത്ത ഈ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഒക്കെ എൻ്റെ അടുത്ത് വന്ന ഈ പിണറായി വിജയന്റെ മകൻ പിന്നെ ഇതില്ലേ നക്ഷത്ര ഹോട്ടൽ മേടിക്കാൻ വേണ്ടിയുള്ള പരിപാടിന്റെ എല്ലാ ഡീറ്റെയിലും അങ്ങനെ വിദേശത്തെ എല്ലാ ഇടപാടുകളുടെയും ചുക്കാൻ പിടിക്കുന്നത് മകനാണ്. പക്ഷെ മകൻ അറിയാതെ പൈസ ഇടപാടില്ല. ഇവിടെ വീക്കായി കഴിഞ്ഞാൽ പിണറായി വിജയനോ റിയാസിനോ അല്ലെങ്കിൽ വീണ വിജയനോ ഇത് ഫോഴ്സ് ചെയ്ത് മകൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു മേടിക്കാൻ പറ്റാതിരുന്നാൽ മകൻ്റെ അമ്മായിപ്പനും മോശക്കാരനല്ല ഞാൻ കേൾക്കുന്നത്. മകൻ്റെ അമ്മായിപ്പനും ഇവരെ കൊണ്ട് വരച്ച വരെ കാര്യം ചെയ്യിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അതാണ് AI ക്യാമറ കോൺട്രാക്ട് 5 പൈസ മുടക്കാതെ അവർക്ക് കമ്മീഷൻ അവിടെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അയാൾ മോശക്കാരനല്ല. ഇവർ തമ്മിലുള്ള ഈ മത്സരത്തിൽ അത് നമ്മളെ മുരളീധരനൊക്കെ ഇടപെട്ടിട്ടാണ്. ശോഭാ സുരേന്ദ്രൻ വന്നപ്പം ശോഭാ സുരേന്ദ്രനെ ഞങ്ങൾ നോക്കിക്കോളാം, നമുക്ക് യൂസഫ് അലിയും വരെല്ലാം കൂടി ഇരുന്ന് അവിടെ സെറ്റിൽമെന്റ് നടത്തിയത് മകനായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ മകൻ്റെ ഈ അമ്മായിയച്ഛനെ പേടിക്കണം. അപ്പോൾ ഇതെല്ലാവരും കൂടെ ചേർന്ന് ആകപ്പാടെ പിണറായി വിജയന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ. ഇങ്ങോട്ട് തിരിഞ്ഞാൽ വീണ, അപ്പുറം തിരിഞ്ഞാൽ വിവേക്, അല്ലെ ഇവരുടെ അമ്മായിയപ്പൻ. ഇവൻ്റെ അമ്മായിയച്ഛൻ മോശമാണോ? റിയാസിൻ്റെ അദ്ദേഹം പത്രക്കാരുടെ ഇന്നലെയൊക്കെ പൊട്ടിത്തെറിയാൻ പാവം. അപ്പോൾ ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിമ്പിൾ. പിണറായി വിജയൻ തകർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പാറമട ഈ തമരടിച്ച് പൊട്ടലും ചില്ലും കേട്ട് അവസാനം കുറേ ദിവസം പത്രക്കാരുടെ ചിരിച്ചിട കളിച്ചു നടന്നു നോക്കി, കസേര പോയിരുന്നു നോക്കി, വണ്ടി വേറെ ഇതൊന്നുമില്ല, എന്ത് അംഗരക്ഷകരില്ലാതെ നടന്നു നോക്കി, എല്ലാം ഒറ്റയ്ക്കൊക്കെ നടന്നു നോക്കി, മുണ്ട് മടക്കി കുത്തി എവിടെ പോയി. പക്ഷെ അതിൻ്റെ ഒരു മന്ത്രം പറ്റി കാലലെ പാണ്ട് മുഴുവൻ കണ്ടു. അത് വലിയ പ്രശ്നമായി. ഇപ്പൊ പാണ്ഡ്യ ലക്ഷ ചെയ്തെന്ന് പറയുന്നുണ്ട്. അത് മുണ്ട് മടക്കി കുത്തിയല്ലോ എന്തായാലും. മറ്റേ അങ്ങനെയല്ലല്ലോ, മുണ്ട് മൂപ്പര് ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിൽ കൂടെ പോയി എന്ന് പറയും. ചിങ്ങവനത്ത് പർവ്വതാനി വിരിച്ചിട്ട് ആ പാടത്ത് കൊയ്യാൻ ഇറങ്ങി. അതെ, ചെങ്ങന്നൂര്. അതെ, ഇവിടെ മുണ്ട് മടക്കി കുത്തി ചളിയിൽ കൂടെ പോയില്ലേ ഇന്നലെ, അത് 2 ദിവസം മുമ്പ്. അത് നമ്മൾ അംഗീകരിക്കണ്ടേ വന്നു. അപ്പൊ അങ്ങനെയെങ്കിലും രണ്ടാമത് ഇമേജ് ഉണ്ടാക്കാമെന്ന് കഴിയുമ്പോഴാണ് ഭാര്യ അവിടുന്ന്, മകൾ അവിടുന്ന്, മകൻ അവിടുന്ന്, മരുമകൻ അവിടുന്ന്, എല്ലാവരും കൂടെ പാവം എന്ത് ചെയ്യും. അപ്പൊ എല്ലാരും കൂടെ സമ്മർദ്ദം വഴിയാണ് പൊട്ടിത്തെറിച്ചതെന്ന് നമുക്ക് കരുതാം. കാരണം അല്ലെങ്കിൽ പത്രക്കാരുടെ ഈ സമയത്ത് പൊട്ടിത്തെറി ഈ കോലുമായി ഇങ്ങോട്ട് വരണം എന്ന് പറയുന്ന സംഭവം ഈ കോലുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുക എന്ന് ഞാൻ പറയാനുള്ള അങ്ങോട്ട് പറഞ്ഞോളാം, ഞാൻ നിങ്ങളോട് പറഞ്ഞോളാം, നിങ്ങൾ എന്റെ വഴിയെ നടക്കണ്ട എന്ന് പറയുന്ന പഴയ സ്റ്റൈലിലേക്ക്
അല്ല ഒരു ആ പാളിച്ച ഇവരുടെ CPM-ൻ്റെ പ്ലാനിങ്ങിൻ്റെ ഒരു പ്രത്യേകത, തന്ത്രപരമായ പ്ലാനിങ്. ആ വിഷയം പിണറായി വിജയൻ്റെ ഡൽഹിയിലെ പ്രശ്നങ്ങൾ സ്ട്രിക്റ്റ് ആകുമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആലപ്പുഴ അതിലും വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാൻ നോക്കി സുധാകരനെ അറ്റാക്ക് ചെയ്ത് അത് ഇവരുടെ ഒരു ടാക്ടിക്സാണ്, മെയിൻ ടാക്ടിക്സാണ്. പക്ഷെ അത് പറ്റില്ല. ഇതൊക്കെ ഇനി വീണ്ടും ഇപ്പം സതീശനെ ഓരോ പ്രാവശ്യം ഇവർ അടിക്കും തോറും സതീശൻ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിൽ പോലും സതീശനെ തിരിച്ചടിക്കാൻ 10 പടി സതീശൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇവർ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അടിക്കുന്നത്, പിണറായിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ശരി, കാത്തിരുന്ന് കാണാം. എന്തായാലും ശരി, പിണറായി ചേട്ടന് പഴയ സ്റ്റൈലിലേക്ക് വരാൻ ഒരു കാരണവശാലും നമ്മുടെ കമലെടുത്തി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് വാർത്ത. അതിൻ്റെ പേര് വീട്ടിലെ പ്രശ്നം കാരണമാണ് അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നത്, ഡൽഹിയിലെ പത്രക്കാരുടെ പൊട്ടിത്തെറിച്ചത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും നമുക്ക് പിണറായി വിജയനെ കുറിച്ചുള്ള വാർത്തകൾ ഡെയിലി നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. കാരണം ക്രൈമിൻ്റെ പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പിണറായി ചേട്ടനെയാണ്. അദ്ദേഹത്തിൻ്റെ വാർത്തകളൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു സുഖമാണ്. എന്തായാലും ഭരണം വീണപ്പോൾ അവർ ഏറ്റവും സുഖിച്ചു. അല്ല, ഒരു വ്യക്തി എന്നുള്ള ക്രൈം ഏറ്റവും കൂടുതൽ അടിച്ചിരിക്കുന്ന പേര് പിണറായി വിജയൻ ആണ്. പിണറായി വിജയൻ പോലൊരു എസ്റ്റാബ്ലിഷ് ചെയ്ത പേര് നമുക്ക് കിട്ടാന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് ആക്കി മാറ്റി ഞങ്ങള് പിണറായി ചേട്ടനെ. പിണറായി വിജയൻ എന്നുള്ള പേര് ഉപയോഗിക്കണേ ഞങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ നന്ദി, നമസ്കാരം.